വീഡിയോ എന്ന് പറയുന്നത് ഹെയർ സ്ട്രൈറ്റനിങ് ആണ്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓക്സിഡ് ഗ്ലോയുടെ ഈ ഒരു സ്ട്രൈറ്റനിങ് ക്രീമാണ്. ഇപ്പം ഞാൻ പ്രോഡക്റ്റ് ഇതിൽ നിന്ന് മാറ്റി വെച്ചിരിക്കാം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നേരത്തെ നിങ്ങളടുത്ത് പറയണമെന്നുണ്ട്. ഫസ്റ്റ് കാര്യം, ഹെയർ ഫോൾ ഉണ്ടാവും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച്. അത് നിങ്ങൾ സലൂണിൽ പോയി ചെയ്താലും നമ്മൾ വീട്ടിലിരുന്ന് ചെയ്താലും ഇതിന് ഹെയർ ഫോൾ എന്തായാലും ഉണ്ടാവും, സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകും, ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങി തിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇതെന്നല്ല, നമ്മൾ സ്മൂത്തനിങ് ആണെങ്കിലും സ്ട്രൈറ്റനിങ് ആണെങ്കിലും എന്ത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഹെയറിൽ കൊടുത്താലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ അതനുസരിച്ചുള്ള കെയർ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ ഈ കാര്യം ആദ്യം തന്നെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ലാസ്റ്റ് ആണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് വേസ്റ്റ് ആവും. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലാസ്റ്റ് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കത് ചെയ്യണമെന്നുള്ള കാര്യം വേണോ വേണ്ടയോ എന്നുള്ളത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാണ്, എന്തായാലും ഹെയർ ഫോൾ ഉണ്ടാവും, സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവും, ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ ഇഷ്ടമാണ്, ഇത് ഈ സംഭവങ്ങളൊക്കെ വന്നാലും കുഴപ്പമില്ല, ഞാനിത് എന്താണ് എൻ്റെ മുടി ഞാൻ നല്ലപോലെ ടേക്ക് കെയർ ചെയ്ത് നോക്കും എന്നുള്ളവർ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്ത് ചെയ്യുന്നു. വീഡിയോ കണ്ടാലും മതി, അതുപോലെ ഇത് ഉപയോഗിച്ചാലും മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 350 രൂപയാണ് ഇതിൽ കൊടുക്കുന്നത്. പക്ഷേ ഫ്ലിപ്പിലൊക്കെ എപ്പോഴും നമുക്ക് ഓഫറിൽ കിട്ടും. 250, 200 റേഞ്ച്, ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ വീഡിയോ ഈ കാണുന്നത്. 2 സാധനങ്ങളാണുള്ളത്. അതൊക്കെ ഞാൻ ഹെയർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ ഓരോന്നായിട്ട് പിന്നെ ഉള്ളത്, നമ്മളൊരു സലൂണിൽ പോയി ചെയ്യുന്ന അത്രയും ഒരു പ്രൊഫഷണൽ ലുക്ക് നമ്മൾ ഒരിക്കലും വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. അതായത് നമ്മൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല അത് ചെയ്യുന്നത്. സലൂണിൽ പോകുമ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അവർ നല്ല പ്രൊഫഷണൽ ലുക്കിലായിരിക്കും നമ്മൾ ആ ഒരു ഹെയറിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ. പക്ഷേ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത് ഈ ക്രീമെല്ലാം വാങ്ങിച്ച് വെച്ചാൽ മാത്രം പോരാ, നല്ലൊരു അയണും കൂടെ നമ്മൾ കരുതിയിരിക്കണം. എന്നാലും മാത്രമേ നമ്മളിത് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഇപ്പോൾ എൻ്റെ ഈ ഹെയർ കണ്ടില്ലേ, ഈ ഹെയർ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു ഭയങ്കര കേൾസ് ഒന്നുമുള്ള ഹെയർ അല്ല, കുറച്ച് സ്ട്രൈറ്റ് ആണ്, അതേപോലെ കുറച്ച് കേൾസ് ഉള്ളൊരു ഹെയർ ആണ്. എൻ്റെ ഈ അടിവശത്തോട് കണ്ടോ, ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ചധികം കേൾസ് കൂടുതലാണ്, കുറച്ചൊന്ന് വേവി ആ ഒരു ടൈം. ഇങ്ങനത്തെ ഒരു ഹെയറിൽ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നല്ലതുപോലെ കേൾസ് ഉള്ള ഒരു ഹെയറിൽ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല, എൻ്റെ ഹെയർ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല, അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഹെയർ ടൈപ്പിൽ ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ എത്രത്തോളം റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എത്ര ചുരുണ്ട മുടിയും നിവർത്താൻ പറ്റുമെന്നൊന്നും ഞാൻ പറയണില്ല. എൻ്റെ ഇങ്ങനത്തെ ഒരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ചൊന്ന് സ്ട്രൈറ്റ് ആവും. ഭയങ്കരമായിട്ട് സ്ട്രൈറ്റ് ആവുമെന്നല്ല, കുറച്ചൊന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റും. ഞാൻ മുമ്പ് ചെയ്തപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓരോ തവണ ചെയ്യുന്ന നമ്മൾ ആ ഒരു രീതിയിലൊക്കെ വ്യത്യാസം വരുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിലും വ്യത്യാസങ്ങൾ വരും. പിന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്ത് തരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത്രയും അങ്ങോട്ട് ബാക്കിലൊന്നും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഇതിൽ നിന്ന് കുറച്ചൊന്ന്, അതായത് 1 സെൻറ്റിമീറ്ററെങ്കിലും വിട്ടിട്ട് വേണം നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ചെയ്യാം. ഹെയറിൻ്റെ ടെക്സ്ചർ ഞാൻ ഒന്നുകൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. എൻ്റെ ഈ പുറമേ ഉള്ള ഹെയർ അത്ര അങ്ങോട്ട് വേവി അല്ല, കുറച്ച് അടിയിലോട്ട് വരുമ്പോഴത്തേക്കുമാണ് ഈ ഒരു വേവി ടൈപ്പ് വരുന്നത്. ഈ ഭാഗത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ വേവ്സ് ഉണ്ട്. അത് എനിക്ക് അറിയത്തില്ല കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ എനിക്ക് കമൻറ്റ് സെക്ഷനിലൊന്ന് പറഞ്ഞു തരുമോ. മുടി വളർന്നു കഴിഞ്ഞ് കുറച്ചെങ്കിലും ലെങ്ത് വെച്ചതിന് ശേഷമാണ് ഒന്ന് വേവി ആവാൻ തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സ്ട്രെങ്ത് കുറയണോണ്ടായിരിക്കാം അല്ലേ, എനിക്ക് അറിയത്തില്ല കേട്ടോ. കുറേ പേർക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടെന്ന് എനിക്ക്, സ്ട്രൈറ്റ് ഹെയർ ഉള്ളവർക്ക് കുറേ പേർക്ക് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അടിയിലോട്ടുള്ള ഹെയർ ഇങ്ങനെ ചുരുണ്ടതായിട്ട് ഇങ്ങനെ വരണതായിട്ട്. അതിൻ്റെ റീസൺ അറിയുന്ന ആരെങ്കിലും എനിക്ക് പറഞ്ഞു. ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഹെയർലെസ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യണം, കണ്ടീഷണർ ഇപ്പോൾ ഉപയോഗിക്കേണ്ട. ഓക്കെ, അതാണ് ഫസ്റ്റ്. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പം ഞാൻ മുടി നല്ലതുപോലെ വെറ്റ് ആക്കിയിട്ടുണ്ട്, നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഒരു ചെറിയ രീതിയിൽ വെറ്റ്നെസ് വേണം, ഒരുപാട് ഡ്രൈ ആവരുത്, അതുപോലെ ഒരുപാട് വെള്ളം ആവരുത്. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ക്രീമാണ്, ഇവിടെ നമ്പർ 1 എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് സ്ട്രൈറ്റനിങ് ക്രീം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബൗളോ അല്ലെങ്കിൽ നമ്മൾ നോൺ മെറ്റാലിക് ആയിട്ടുള്ള ബൗൾസിൽ എടുക്കാവുന്നതാണ്. ക്രീം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്തൊരു ഇതുപോലത്തെ ഒരു ഗ്ലൗസ് കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അത് നമ്മൾ കയ്യിലിട്ടിട്ട് വേണം നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ
ഇതിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, പുറത്തൂടെ ഒരു ക്ലോത്ത് കൂടി ഇട്ടിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് അത്രയാവും, കാരണം നമുക്ക് കുറേ നേരം ഇന്ന് ചെയ്യുന്ന പരിപാടിയാണിത്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിനെ ഈ ഒരു ബൗളിനകത്തോട്ട് ആക്കി കൊടുക്കാം. റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചില്ല, ഇങ്ങനെ ഇളകിപ്പോവും. എൻ്റെ കൈ ചെറുതായതുകൊണ്ട് ഗ്ലൗസ് ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം സ്ക്യൂസ് ചെയ്ത് പുറത്തെടുക്കട്ടെ. ഇപ്പോൾ ഇത്രയും നമ്മൾ ആ ട്യൂബിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നുണ്ട്, ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് കുറവാണ്. അപ്പോൾ ഇത്രയും ബാക്കിയുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രഷ് വെച്ചാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ബ്രഷ് ഇല്ലാത്ത നമ്മൾ കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്യും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇങ്ങനെ ഇതിപ്പോൾ എല്ലാ ഹെയറിലും എത്തുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ഒരു സ്മെല്ലാണ്. എന്നിട്ട് നമ്മൾ ഹെയർ നല്ലതുപോലെ സെക്ഷൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യണമുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഈസിയാണ്, പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഞാൻ മുടി ഹെയർ നോർമലായിട്ട് സ്ട്രൈറ്റ് ചെയ്തില്ല, അയൺ സ്ട്രൈറ്റ് ചെയ്തില്ല. അപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ക്ലിപ്പൊന്നും വയ്ക്കാതെയാണ്, സെക്ഷൻ ചെയ്യാതെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതി എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ സെക്ഷനൊന്നും ചെയ്യണില്ല. അപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്യും. ഞാനിങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് കുറച്ച് ഹെയറിൽ കാണിച്ചില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് ഭാഗം, ഇത്രയും ഭാഗം അങ്ങ് വിടണം. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാം. നമ്മൾ കണ്ണിലൊന്നും തിരക്കരുത് കേട്ടോ. അപ്പോൾ അത്രയും ഇതായിട്ട് ചെയ്യണം. നല്ലപോലെ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് ഇതുപോലെ ബാക്കി എല്ലാ ഹെയറും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് എല്ലാ ഭാഗത്തും ആയതിനു ശേഷം ജസ്റ്റ് കോമ്പ് വെച്ച് നന്നായിട്ട് ചീകി നിവർത്തിയിടുക. കോമ്പ് ചെയ്തിട്ട് അധികം അങ്ങനെ അനങ്ങാതെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കുറച്ച് നേരം ഇരിക്കുക കേട്ടോ. കംപ്ലീറ്റ് കോമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോമ്പ് ചെയ്യുമ്പോൾ ഇത്തിരി അകലമുള്ള പല്ലുള്ള ചീപ്പ് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ക്രീം എല്ലാം നമ്മൾ അപ്ലൈ ചെയ്തത് അതിൽ കൂടെ ഇങ്ങ് വരും. അപ്പോൾ അഥവാ വന്നാൽ തന്നെ അത് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ പുറത്തൂടെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ കോമ്പ് ചെയ്ത് വെക്കുക. ഞാൻ പുറക് സൈഡിലൂടെ കാണിച്ചു തരാം. എല്ലാ ഭാഗത്തും നല്ലതുപോലെ കോമ്പ് ചെയ്ത് വെക്കുക. ഇനി ഒരു അരമണിക്കൂർ 15 to 20 minutes ആണ് വെച്ചിരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മുമ്പ് ചെയ്തപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് വെക്കുന്നത്. നിങ്ങൾ ഒരു 15 to 20 minutes വെച്ച് നോക്കും. എന്നിട്ട് ഒരു മുടി ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, ജസ്റ്റ് അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുണ്ടോന്ന് വലിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് കാണാം. ഹായ്, ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. മുടി ആ ഒരു നമ്മൾ കോതിയിട്ട ആ ഒരു രീതിയിൽ തന്നെ ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ട് വാഷ് ചെയ്യണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ അതിൽ ഒരു അംശം പോലും ഇരിക്കാൻ പാടില്ല. അത്രയും നല്ല രീതിയിൽ നല്ല ടൈം എടുത്ത് എല്ലാ ഭാഗത്തും ഈ ഒരു സ്ട്രൈറ്റനിങ് ക്രീം പോകണം. ആ ഒരു രീതിയിൽ നന്നായിട്ട് വാഷ് ചെയ്യും. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്, നല്ല ഈർപ്പമുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ കൊണ്ട് ഞാൻ നല്ലതുപോലെ ഡ്രൈ ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഏകദേശം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ നമുക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നേരത്തെ കാണിച്ചപ്പോൾ കുറച്ച് വേവി പോലെ ആയിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചുകൂടെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ അകത്തോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല, ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ലോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രൈറ്റ് ചെയ്യണം. സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു അയൺ തന്നെ ചൂസ് ചെയ്യണം. അതെല്ലാം ഉണ്ടെങ്കിൽ ചെയ്തത് മൊത്തത്തിൽ പോകും. പിന്നെ അടുത്ത് വാഷ് ചെയ്യുമ്പോഴത്തേക്കും പഴയതുപോലെ ആവും. അപ്പോൾ നല്ലതുപോലെ ഹീറ്റ് കൊടുത്ത് സ്ട്രൈറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 230 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത്. നല്ലതുപോലെ നല്ല ചൂടാവണം, എന്നാലേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ കുറച്ച് സെക്ഷനായിട്ട് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി ഫുള്ള് ഞാൻ ചെയ്തിട്ട് പിന്നെ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ അറ്റത്ത് തന്നെ പിടിച്ച് ഭയങ്കര സ്ലോയിലി ഇങ്ങനെ തന്നെ ചെയ്യണം. നല്ല ചൂടുണ്ട്, സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാം. അങ്ങനെ ഫ്ലാറ്റായിട്ട് നല്ലതുപോലെ ഫ്ലാറ്റായിട്ട് കിടക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം. ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യണം. ഹെയർ ചെയ്യുമ്പോൾ നല്ലപോലെ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ആയിട്ട് എടുത്ത് വേണം ചെയ്യണം. കണ്ടോ, ഈ ഒരു രീതിയിൽ നല്ല ഫ്ലാറ്റായിട്ട് നല്ല സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ബാക്കി എല്ലാവരും ചെയ്തിട്ട് ഫുള്ള് സ്ട്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. നല്ലപോലെ സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. മുടി അത്യാവശ്യം പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതായിരിക്കില്ല റിസൾട്ട്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല ടൈം എടുത്ത് സ്ട്രൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതി കിടക്കുന്നത്.
പക്ഷെ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വ്യത്യാസം വരും. ഇനി നമുക്ക് ന്യൂട്രലൈസർ ഇട്ട് കൊടുക്കണം. ഇതാണ്. ഇനി ഇത് നമ്മളൊരു സെയിം നേരത്തെ എടുത്ത ബൗൾ കഴുകി എടുത്തിട്ട് അതിലിട്ടാലും മതിയാവും. എന്തായാലും നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ ബൗളിലോ ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇത് നമുക്ക് അധികം ഇങ്ങനെ ഹെയറിലായാലും കയ്യിലായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. മറ്റേത് ഭയങ്കര കെമിക്കലായതുകൊണ്ട് അത് കയ്യിലും അതിൻ്റെ സ്മെല്ലൊന്നും നമുക്ക് പെട്ടെന്ന് പിടിക്കത്തില്ല. ഇത് നമ്മൾ തലയോട്ടിയിൽ അല്പം ആയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഒരുപാട് കാര്യം തേക്കാൻ നിൽക്കരുത്. കുറച്ചൊക്കെ ഒന്ന് ടച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഞാനിതിലോട്ട് മാറ്റട്ടെ. ഇനി നമുക്കിത് സെക്ഷനായിട്ട് നേരത്തെ അപ്ലൈ ചെയ്തതുപോലെ അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കയ്യിലായാലും വലിയ പ്രശ്നമില്ല. ഗ്ലൗസ് ഇടണമെങ്കിൽ ഇടാം. ഇതിപ്പോൾ കയ്യിലായാലും വലിയ പ്രശ്നമില്ല. കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മസാജ് ചെയ്ത് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളിലോട്ട് കയറണം നന്നായിട്ട്. അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടി. ന്യൂട്രലൈസർ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ബ്രേക്കേജും ഹെയർ ഫോളും ഒക്കെ ആഫ്റ്റർ ആയിട്ടുള്ള എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു കെമിക്കൽ ക്രീമൊക്കെ ഇട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ട് മാറ്റും. കംപ്ലീറ്റ് ആയിട്ടല്ല കേട്ടോ. അതുകൊണ്ടുണ്ടാകുന്ന ഓവറായിട്ടുള്ള ഡ്രൈനെസ് ഒക്കെ ഒന്ന് സട്ടിലായിട്ടൊന്ന് മാറ്റാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ടോ, എല്ലായിടത്തും നന്നായിട്ട് വെറ്റായിട്ടുണ്ട്. നല്ലതുപോലെ എല്ലായിടത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യണം. ഇനി ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഈ വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു നല്ല കണ്ടീഷണറോടെ ഇട്ട് വാഷ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് ആ ഡ്രൈനെസ് ഒക്കെ മാറി നല്ല സ്മൂത്തായിട്ട് വരത്തുള്ളൂ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സിറം കൂടെ അപ്ലൈ ചെയ്യാം. അത് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇനി വീണ്ടും നമ്മൾ നന്നായിട്ട് ഡ്രയർ വെച്ച് നന്നായിട്ട് ഉണക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് ഇട്ടിരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഡ്രൈ ചെയ്യട്ടെ. ഇത്രയും ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സിറം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. ഏത് സിറം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാൻ എപ്പോഴും ലോറിയലിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് എടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്നാക്കിയിട്ട് പിന്നെ നന്നായിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കുറേയൊക്കെ ബ്രേക്കേജൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ പറ്റും. എനിക്ക് ലോറിയലിൻ്റെ നല്ല സിറമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ ഒരു സിറം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ലോറിയലിൻ്റെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ളത് ഈ ഒരു സിറവും ഞാൻ മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. ഇനി അതിനായിട്ട് നമുക്ക് നല്ലപോലെ ഡ്രൈ ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വെറ്റ്നസ് ഉണ്ട്, അത് കുഴപ്പമില്ല. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഞാൻ അയണൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഫസ്റ്റ് കണ്ട ആ ഒരു ഹെയറിൽ നിന്ന് ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. ഹെയറിൽ ഭയങ്കര, ഞാൻ ആദ്യമേ പറഞ്ഞു, ആ ഒരു പ്രൊഫഷണൽ ലുക്കൊന്നും കിട്ടത്തില്ല. കാരണം എൻ്റെ ഫേസിൽ ഇപ്പം നിങ്ങൾക്ക് നോക്കാൻ പറയുമ്പോൾ ഇവിടെയൊക്കെ ഒരു വേവ് ഉണ്ട്, കണ്ടോ. അത് നമുക്ക് ആ ഒരു പെർഫെക്ഷനോടുകൂടി ചെയ്തെടുക്കാൻ എനിക്കറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ അറിയാവുന്നവരുണ്ടാവും. എന്തായാലും പാർലറിലൊക്കെ ചെയ്യുമ്പോൾ അവർ ഇവിടെയൊന്നും അങ്ങനെ ആ ഒരു ഇതൊന്നും ഇല്ലാതെ നല്ല കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ ഞാൻ അധികം ഇനി സ്കാൽപ്പിലോട്ട് അടുപ്പിക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഒരു ചെറിയ രീതിയിലൊരു വേവ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ഉള്ളിലെടുത്തപ്പോഴത്തേക്ക് നേരത്തെ നല്ല വേവായിട്ടല്ലേ കിടന്നിരുന്നത്. ഇപ്പോൾ കണ്ടോ, അതിൽ നിന്നൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ഇത് എത്രത്തോളം നാൾ നിൽക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ വാഷ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഹാർഷായിട്ടുള്ള ഷാമ്പൂ ഒന്നും ഇടരുത്. അത്യാവശ്യം പാരബനും എല്ലാം ഫ്രീ ആയിട്ടുള്ള, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഷാമ്പൂ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക. ഇപ്പോൾ കിട്ടുന്ന മാക്സിമം മിക്ക ഷാമ്പൂസും അങ്ങനെയാണ്. അങ്ങനെയുള്ള ഷാമ്പൂസൊക്കെ ഉപയോഗിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൂടെ കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ഇപ്പോൾ ഈ ഒരു കിട്ടിയ പാക്കേജിലോ ബോക്സിലോ ഒന്നും എഴുതിയിട്ടുള്ള കാര്യമല്ല. ഞാൻ പാർലറിൽ പോയി ചെയ്തിട്ടുള്ളപ്പോൾ അവിടെയുള്ള ആ ഒരു ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. 3 ദിവസത്തേക്ക് നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. നമ്മൾ അല്ലാതെ ബാക്കി ബോഡി പാർട്ടെല്ലാം വാഷ് ചെയ്യാം, ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു കളേർഡ് ആയിട്ടുള്ള ഹെയർ ആണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കളർ ചെയ്തെന്ന് ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം പോകും. അപ്പോൾ അതുകൊണ്ടൊരു ഹെന്ന ഇടാന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കളർ ചെയ്യാന്നുണ്ടെങ്കിലോ ഒരു 14-15 ദിവസം വരെ കഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ. അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ടേ അടുത്തത് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ നമ്മൾ മുടിക്കത് ഭയങ്കരമായിട്ട് ഡ്രൈനെസ്സും അതുപോലെ ഹെയർ ഫോളൊക്കെ ഉണ്ടാവും.
അപ്പോൾ അത് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് അത്യാവശ്യം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ ഈ ഒരു 3 ദിവസം ഹെയർ വാഷ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ 3 ദിവസം നമ്മൾ ഹെയറിൽ ക്ലിപ്പോ സ്ലൈഡോ അല്ലെങ്കിൽ ഒരു രീതിയിൽ മുടി കെട്ടി വെക്കരുത്. കാരണം കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ബെൻഡ് ഉണ്ടാവും, പിന്നെ അത് പോകത്തില്ല. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.